ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കണം. അങ്ങനെ തന്നെ പറയും ഞാൻ, അങ്ങനെ തന്നെ പറയും. കാരണം എന്താ, നിങ്ങൾ ഈ സമുദായത്തിനാണ് പിച്ച് ചെയ്യുന്നുള്ളത്. അത് ഞങ്ങൾ വിടൂല. ഈ സമുദായത്തിനെ പിച്ച് ചെയ്യുന്നുള്ളത് ഉണ്ടെങ്കിൽ ഈ വെല്ലുവിളി തന്തയ്ക്ക് പറഞ്ഞ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കണം. ഏറ്റെടുത്ത് ആ സംവാദത്തിൽ പങ്കെടുത്ത് ഈ ഉസ്താദിനെ പൊളിച്ചടുക്കിയിട്ട് നിങ്ങൾ ഇനി പരിപാടി തുടങ്ങി. കണ്ടിട്ട് കുറെ നാളായല്ലോ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഈ നിയമജ്ഞനായിട്ടുള്ള ഒരാള്, മാനവിക വിഷയങ്ങളിലൊക്കെ കുറച്ച് അറിവുള്ള ഒരാള് 5 ലക്ഷം റുപ്യന്റെ വാങ്ങിപ്പോവാ. ഒരു നിയമം മാനവിക വിരുദ്ധമാണ്, അത് മനുഷ്യത്വത്തിനെതിരാണ് എന്ന് തെളിയിച്ചാൽ തരും. ഓക്കെ, ആയിക്കോട്ടെ. ഇത്ര ക്ലിയർ വിഷയല്ലേ? എന്തിനാ ബേജാറാണ്? അത് ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, കമലാസനൻ. ഹോട്ട് ടോപ്പിക് ചിരിയാണ് വരുന്നത് സംഭവത്തിന്റെ പേരിൽ പൈസ. അപ്പൊ അതൊക്കെ എങ്ങനെ അതിന്റെ ഇടയിൽ പൈസ വരുന്നത് മനസ്സിലായില്ല. അപ്പൊ പോട്ടെ. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങൾ. But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? ഞാൻ ഇറങ്ങണില്ല, ഞാൻ ഇറങ്ങുന്ന സംസാരിക്കാനൊന്നും ഇരിക്കുന്നില്ല. അതൊക്കെ പിന്നെ ഇല്ല ഒന്നുമില്ല. ഇപ്പൊ ഞാൻ വണ്ടി തന്നെ ഉണ്ട്, നിങ്ങള് വണ്ടിയിൽ കൊണ്ട് തന്നോളി. അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു. എന്താ ആരാത്? അതിങ്ങനെ പേരിപ്പിച്ചാണ് ചോദിക്കണേ. ആരാത്? വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ നാസറാക്കിയും ഉസ്താദും വാക്ക് പറഞ്ഞതുപോലെ എത്തിയിട്ടുണ്ട്. കുറച്ച് അതിന്റെ ഇടയിൽ ഉസ്താദില്ല കൊണ്ടുവരാൻ വേണ്ടി പോന്നാ. ഉസ്താദ് ഇന്നലെ രാത്രി 6:30 ഇതിന്റെ മുമ്പിൽ എത്തിച്ചു. എറണാകുളത്ത് അടുത്ത എവിടെ വെച്ച് ഞങ്ങൾ കൊണ്ടേ കൊടുത്താളിയാണ്. അപ്പൊ ഞാൻ ലിയാക്കത്തിന് വിളിച്ചപ്പോ ലിയാക്കത്ത് പറഞ്ഞു എനിക്ക് നിങ്ങളോട് തന്നോളി. നാട്ടിക്കൽ പോലീസ് കാരണം ശരിയാണ്, തർക്കണ്ടാണ്. ഒരു 1.5 ഒരു 3.5. ഓക്കെ, സ്വസ്ഥമായി സമാധാനമായിട്ട് കിടന്നുറങ്ങിയത്. എന്റെ തീരുമാനങ്ങളും എന്റെ ചിന്തകളും പൂർണ്ണമായി ശരിയായിരുന്നു എന്നും ഞാൻ നേരായ വഴിയിലാണ് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ആവർത്തിച്ചുള്ള ഉറപ്പുവരുത്തലാണ് ഇന്നലെ നടന്നത്. ഇന്നാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം. പ്രശ്നം തീർന്നേ. നീ എന്താ ആലോചിക്കുന്നത്? എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. നീ വേഗം കാണിക്കേ. പരമായി ആ വ്യക്തിക്ക് ഞാൻ ഒരു പൈസയും കൊടുക്കാൻ ഒരു ബാധ്യസ്ഥനും അല്ല. അല്ലെങ്കിൽ വേണ്ട. See for yourself. തോർക്കണം. എന്റെ കയ്യിലുള്ള പൈസ എന്റെ പൈസ, എനിക്ക് അവകാശപ്പെട്ട പൈസ. ഓക്കെ. എടാ വിജയ, എന്താടാ ദാസ? എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഏത് ബുദ്ധി? അല്ല, കണ്ടവന്റെ ഇടിയും തൊഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി. ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. ലിയാഖത്ത് സി എന്ന് പറയുന്ന ആള് മുസ്ലിം സംഘടനയുടെ നേതാവാണ്. പുള്ളി നിരന്തരമായിട്ട് ഇന്നത്തെ ഖുറാനും ഹദീസും ഒക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് പല രീതിയിൽ പല ബുദ്ധിമുട്ടുകൾ, അതായത് നമുക്ക് നമ്മളുടെയൊക്കെ ആൾക്കാർക്കൊന്നും പുറത്ത് സഞ്ചരിക്കാൻ പറ്റാത്ത തരത്തിൽ എല്ലാവരും ഭീകരവാദികളാണെന്നും സ്ത്രീലംഘടന്മാരാണെന്നും ക്രിമിനലുകളാണെന്നും തീവ്രവാദികളാണെന്നും ഒക്കെ പറയുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഇദ്ദേഹത്തിന് അത് കുറച്ച് മാനസിക പ്രയാസം ഉണ്ടാവുകയും പുള്ളി എന്നാൽ ഖുർആനികപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എന്റെ കൂടെ സംവാദത്തിൽ ഇരുന്നിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കുക, നിങ്ങൾ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും മോശമായി അതിനകത്ത് ഞാൻ പഠിച്ചതില്ലാത്തില്ല. അപ്പോൾ ഏത് വിഷയമാണോ ആ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു സംവാദത്തിൽ ഇരിക്കാമെന്ന് പുള്ളി പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം എല്ലാവരും ഇഗ്നോർ ചെയ്തപ്പോൾ പുള്ളി ഒരു 5 ലക്ഷം രൂപ ഓഫർ ചെയ്തു. ഈ പറയുന്ന സംവാദത്തിൽ അദ്ദേഹം ഫെയിൽ ആവുകയാണെങ്കിൽ 5 ലക്ഷം രൂപ കൊടുക്കാമെന്നായിരുന്നു വാക്ക്. 5 ലക്ഷം രൂപ DD ആയി കൊടുത്താൽ മാത്രമേ വരൂ എന്നൊരു ഘട്ടം ഉണ്ടായിരുന്നു. അതായത് 3-4 സ്ഥലങ്ങളിൽ പുള്ളി ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാൾ ബുക്ക് ചെയ്യുകയും അത്യാവശ്യം ആൾക്കാരെ കൂട്ടുകയും ഒക്കെ ചെയ്തിട്ട് 3 സ്ഥലത്തും ലിയാഖത്തിന് പറ്റത്തില്ല, വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. 4ാമത് മലപ്പുറത്താണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്. മലപ്പുറത്ത് പുള്ളിക്ക് ജീവൻ ഭീഷണിയുണ്ടെന്നും പോലീസിന്റെ സുരക്ഷ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോലീസിന്റെ സുരക്ഷ ഏർപ്പാടാക്കുക എന്ന് പറയുന്നത് പുള്ളി അതിനുവേണ്ടി ശ്രമിച്ചപ്പോൾ അത് ബുദ്ധിമുട്ടെന്നുണ്ട്. അന്ന് അവിടെ മറ്റൊന്നും ഒരു ഫംഗ്ഷൻ നടക്കുന്നത് കൊണ്ട് പോലീസിന്റെ സുരക്ഷ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ
ഇനി ഞാൻ നിങ്ങളുടെ കൂടെ ഒരു സംഭവത്തിനായിട്ട് വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് സെക്യൂരിറ്റി ആയിട്ട് DD കിട്ടണം, 5 ലക്ഷം രൂപയുടെ DD കിട്ടണമെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് സാധാരണയായി ജർമ്മനിയിലും പരിസര പ്രദേശങ്ങളിലും കണ്ടുവരുന്ന ഒരു ബുദ്ധി. പുള്ളി വിശ്വസിച്ച് 5 ലക്ഷം രൂപയുടെ DD എടുത്ത് ലിയാഖത്ത് എനിക്ക് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ പൈസ പിന്നീട് സംവാദത്തിന് വരികയോ ഒന്നും ചെയ്യാതെ ആ പൈസ ഒരു ചെക്ക് ബാഗിൽ നിന്ന് മാറി ആ പൈസ എടുത്തിട്ട് ഇതെനിക്ക് അവകാശപ്പെട്ട പണമാണെന്ന് പറഞ്ഞിട്ട് പുള്ളി പറയുകയാണ് ചെയ്തത്. പിന്നെ അങ്ങനെ എന്തൊക്കെയോ അവർ തമ്മിൽ വാക്ക് തർക്കങ്ങളൊക്കെ പറയണം. അദ്ദേഹം പറയും അത് ഞാനൊരു സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളത്. എനിക്കൊരു ചാനലുണ്ട്, അതിൽ കൂടിയാണ് ഈ കാര്യം പുറത്തേക്ക് വന്നത്. പിന്നെ വ്യക്തി അധിക്ഷേപം ഭയങ്കരമായതുകൊണ്ട് നമുക്ക് തിരിച്ചൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ 5 ലക്ഷം രൂപ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് ആത്യന്തികമായ ലക്ഷ്യം. 2 പുള്ളി കേസ് കൊടുത്തിട്ടുണ്ട് അതിനെതിരെ. എന്താ പറയാ, ലിംഗത്തലി യമ്മുവിന്റെ കാര്യമാണ് ആ മൂന്നാമത് പറഞ്ഞത്. ഇവൻ ഏതോ മനുഷ്യനോട് ഡിബേറ്റ് ചെയ്യാം, മറ്റേ ചെയ്യാം, മറിച്ച് ചെയ്യാന്നും പറഞ്ഞിട്ട് ആ പറഞ്ഞ മനുഷ്യനെ പറ്റിച്ച് 5 ലക്ഷം ഓന്റെ കയ്യിൽ നിന്ന് എടുത്ത് ഇവരിതെല്ലാം കൂടെ കൊണ്ടുപോയി തിന്ന് തൂറി. എന്റെ കയ്യിലുള്ള പൈസ എന്റെ പൈസ, എനിക്ക് അവകാശപ്പെട്ട പൈസ. ഓക്കെ, പക്ഷെ എടാ നിന്റെ മക്കൾക്ക് ചെലവിന് കൊടുക്കാൻ നീ ജോലിക്ക് പോണോടാ. അന്തസ്സായിട്ട് ജോലിക്ക് പോയ പിള്ളേർക്ക് ചെലവിന് കൊടുക്കണം. നാട്ടുകാരെ പണം കൊണ്ടല്ലടാ നീ ചെലവിന് കൊടുക്കേണ്ടത്.